ശിവരാമനെ ചിതയിലേക്കെടുക്കുന്നു. അവസാനമായി അച്ഛനെ ഒരു നോക്ക് കാണാൻ ഹോസ്പിറ്റലിൽ നിന്നും എത്തുന്ന നന്ദന വീട്ടിലെത്തുന്നു. അച്ഛനെ കാണാനാവാതെ നന്ദന. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം കണക്ക് പറയുന്ന രഘുവരനും ശേഖരനും. ശവദാഹത്തിന് അവന്മാർ അത്രയും പൈസ വാങ്ങിച്ചത് ശകലം കടന്നുപോയി. ഇപ്പോഴാണ് ഈ പൈസയുടെ കണക്ക് പറച്ചില്. അമ്മാമ്മ മരിച്ച വിഷമത്തില എല്ലാവരും. നന്ദനയുടെ പേരിലുള്ള വസ്തുവിന്റെ പ്രമാണം അന്വേഷിക്കുന്ന സുമിത്ര. എന്തിനാ പ്രമാണം എടുത്ത് മാറ്റിയെന്ന് പറ നന്ദന. ഞാൻ മാറ്റിയതല്ല, അത് അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാ. നന്ദനയിൽ നിന്നും പ്രമാണം സുമിത്ര വാങ്ങിക്കുന്നു. ഹരിപ്രസാദ് അമ്പിളിയുമായി സംസാരിക്കുന്നു. എന്റെ നന്ദേച്ചിക്ക് നിങ്ങൾ മൂലം ഉണ്ടായ ദുഷ്പേര് ഇനി ഈ ജന്മത്തെ മായ്ച്ചു കളയാൻ പറ്റുമോ? പകര പാവത്തിനൊരു ജീവിതം കിട്ടുമോ? ശേഖരൻ സുമിത്രയ്ക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഇനി തുടർന്ന് കാണുക. നമുക്ക് ഈ പ്രമാണം കത്തിച്ചു കളഞ്ഞാലോ? മണ്ടത്തരം പറയാതെ. സബ് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതാ. അതിന് രേഖകൾ വേറെയും കാണും. ശിവരാമൻ ഇതിനെ ശരിക്കും അറിയാം. അതുകൊണ്ട് അയാൾ ഇതിനെ പരുവം പോലെ ചെയ്തു. ആശുപത്രി വെച്ച് അറ്റാക്കായി തീർന്നത് ഭാഗ്യം. അല്ലെങ്കിൽ ഞാനയാളെ തീർത്തേ. ഈ ആധാരം നന്ദനയുടെ പേരില്ല. പക്ഷെ അവളിപ്പോഴും നിന്റെ വരുതിയില്ല. സുമിത്ര പറയുന്നത് പോലെ മാത്രമേ അവൾ ചെയ്യാൻ പാടുള്ളൂ. അതങ്ങനെയുള്ളൂ. അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അത് മതി. നമുക്ക് വേണ്ടത് ഈ പ്രമാണമല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുവാ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺട്രാക്ട് വർക്കുമായി ബന്ധപ്പെട്ട് പല കണക്കുകളും ഇടപാടുകളും ഉള്ള ആളായിരുന്നു ശിവരാമൻ ചേട്ടൻ. എല്ലാം പുള്ളി ഒറ്റയ്ക്കാണ് നോക്കി നടത്തിയിരുന്നത്. സഹായികളെ ആരെയും വെച്ചിരുന്നതായിട്ട് അറിയേയില്ല. അതോ ഉണ്ടോ? ഇല്ല. കണക്ക് വല്ലതും സൂക്ഷിച്ചിട്ടുണ്ടോ? ആ ഡയറി ഒന്ന് എടുത്ത് നോക്കിക്കേ. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവിടെ ഇവിടെ എന്തൊക്കെയോ കുറിച്ചു വച്ചിരിക്കുന്നത് നോക്കിയിട്ട് ഒന്നും മനസ്സിലായതുമില്ല. ബുദ്ധിമോശമായി പോയി ചെയ്തത്. കാര്യങ്ങള് ഇവിടെ ആരെങ്കിലും കൂടി അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോ പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ പാതിരിക്കലെ മാത്യൂസ് ഇല്ലേ, മാത്തുക്കുട്ടിന്ന് വിളിക്കും. അറിയില്ല. മാത്തുക്കുട്ടിയുടെ ഒരു 2 മുറി കടയുടെ പണി ശിവരാമൻ ചേട്ടനാ കോൺട്രാക്ട് കൊടുത്തിരുന്നത്. പണി ഏറെക്കുറെ തീർന്നു. അതിന്റെ കുറച്ച് ബാക്കി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ഒരു 35,000 രൂപ. 35,000? അതെ, മാത്തുക്കുട്ടി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ഇത് ഞങ്ങൾക്കറിയാത്ത കാര്യ. ഇതിപ്പോ പറഞ്ഞ ഇത്രയും വലിയ തുക. പറയട്ടെ, അങ്ങോട്ട് കൊടുക്കാനല്ല, ഇങ്ങോട്ട് തരാനാ. ഇതങ്ങോട്ട് വാങ്ങിയാട്ടെ. 35,000 രൂപയുണ്ട്. കരാർ അനുസരിച്ച് മാത്തുക്കുട്ടി ശിവരാമചന്ദ്രന് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന പൈസയാണ്. അയാൾ സത്യസന്ധനായതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചു. പിന്നെ എനിക്ക് ശിവരാമചന്ദ്രനായിട്ടുള്ള ബന്ധം മാത്തുക്കുട്ടിക്കറിയാം. ഞങ്ങൾ ജനപ്രതിനിധികൾ കിട്ടുന്നതെന്തും വെട്ടിക്കും വിഴുങ്ങുമെന്നൊരു ധാരണയുണ്ടല്ലോ. എല്ലാവരും അങ്ങനെയല്ല. ഒന്നോർത്താൽ പാർലമെന്റ് അംഗവും പഞ്ചായത്ത് മെമ്പറും MP ആണ്. ഏത്? അല്ല, തുക എണ്ണി നോക്കിയില്ല 35,000 ഉണ്ടോന്ന്. അയ്യോ, മെമ്പറെ ഞങ്ങൾക്ക് വിശ്വാസാ. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഇടയ്ക്കിതിലേ വരാം. ഇനി ഇതുപോലെ വല്ലവരും ഉണ്ടെങ്കിൽ കാശ് തന്നാ നന്നായിരിക്കും. അച്ഛൻ ആർക്കെങ്കിലും അങ്ങോട്ട് കൊടുക്കാനും കണ്ടേക്കും. അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാ പണം കൊടുക്കാൻ നമുക്കും ബാധ്യതയുണ്ട്. അതിനാരും വന്നില്ലല്ലോ. വന്നോ? നീ കരിനാക്ക് വളച്ച് അതൊന്നും പറയാതിരുന്നാ മതി.
ഇതെന്താ നീ ഇതുവരെ ചായ എടുത്ത് കുടിച്ചില്ലേ? ഇതെപ്പോ കൊണ്ടുവച്ചതാ? ഇതിപ്പോ തണുത്ത് വല്ലാതെയായി കാണും. ഒന്നുകൂടി ചൂടായിക്കൊണ്ട് വരട്ടെ? എനിക്ക് വേണ്ട. എന്താ രേണുകേ, ഇവനെന്ത് പറ്റി? ഇവൻ ഇവിടെ മൂടിക്കെട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. കാര്യം എന്താ നിനക്കറിയില്ലേ? പനക്കലെ ഇളയ കുട്ടീനെ വഴിയിൽ വെച്ച് കണ്ടുപോലും. നന്ദനയുടെ അനിയത്തിയോ? എന്നിട്ട് എന്താ ഹരി, ആ കുട്ടി എന്തു പറഞ്ഞു? പറയല്ല, എന്നോട് ചോദിക്കുക ചെയ്തത്. നന്ദനയ്ക്കുണ്ടായ അപമാനം ഈ ജന്മം തീരുവെന്ന്. ആ കുട്ടിയുടെ മുമ്പിലും എനിക്ക് പറയാനൊരു മറുപടിയില്ലായിരുന്നു. അപ്പോഴൊന്നല്ല, ഇപ്പോഴും ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല. അവരുടെ കുടുംബത്തിന് ഇന്നത്തെ ദുർവിധി വരാൻ കാരണം ഞാനാണ്. ആ കുറ്റബോധം ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. വെറുതെ തോന്നുക ഹരി, നീയല്ല ഒന്നിനും കാരണക്കാരൻ. മോനെ, അച്ഛൻ പറഞ്ഞതാ ശരി. നിന്റെ ശുദ്ധഗതി കൊണ്ട് നിനക്ക് തോന്നുന്നതാ. ആ കുടുംബത്തിലുള്ളവർ തന്നെയെല്ലാം വരുത്തി വെച്ചത്. ഇനി എന്തിനാ മറച്ചു വെക്കുന്നത്? ആ സുമിത്രയില്ലേ, അവര് കാരണമല്ലേ എല്ലാം ഉണ്ടായത്. അവര് നന്ദനയുടെ രണ്ടാനമ്മയാണെന്ന് കേട്ടപ്പോഴേ എന്റെ മനസ്സങ്ങ് പഠിച്ചു. അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. അച്ഛൻ മറ്റൊരാളാണെന്ന് പറഞ്ഞാൽ മാനക്കേടാന്ന് പറയാം. ഇതങ്ങനെയല്ലല്ലോ. രണ്ടാനമ്മയായതുകൊണ്ടല്ലേ അവർ തനിനിറം കാണിച്ചത്. എന്ന് കരുതി ഒരു സ്ത്രീയല്ലേ സുമിത്ര? അവർക്കും ഉണ്ടല്ലോ മക്കള്. ആ കൊച്ചുങ്ങളുടെ കാര്യത്തിൽ അവരിങ്ങനെ ചെയ്യുവോ? അല്ലെങ്കിലും ലോകത്തുള്ള രണ്ടാനമ്മമാരെല്ലാം ഇത്തരം ദുഷ്ടത്തരങ്ങൾ കാണിക്കുന്നവരാണോ? പെറ്റമ്മയേക്കാൾ സ്നേഹമുള്ള എത്രയോ രണ്ടാനമ്മമാരുണ്ട്. സുമിത്ര അക്കൂട്ടത്തിൽ പെടുന്നില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് ആ സ്ത്രീക്ക് വല്ല നേട്ടം ഉണ്ടായോ? കടന്നുപോയത് മറ്റാരുമല്ല, അവർക്ക് തുണയായിരുന്ന മനുഷ്യനാ. ഇവന്റെ വിവാഹ മണ്ഡപത്തിൽ അന്ന് വീണ തീപ്പൊരിയ പടർന്ന് പന്തലിച്ച് ആ കുടുംബത്തെ ദഹിപ്പിച്ചത്. എത്ര തിരിച്ചു മറിച്ച് ആലോചിച്ചാലും നിനക്കതിൽ ഉത്തരവാദിത്വമില്ല ഹരി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്നതേ ഞങ്ങളും ചെയ്തുള്ളൂ. അച്ചടക്കമായിട്ട് വളർന്നതുകൊണ്ട് നീ അച്ഛനെ അനുസരിച്ചു. വെറുതെ അനുസരിച്ചതല്ല, അപ്പൊ അതാണ് ശരിയെന്ന് ഇവനും തോന്നി. അച്യുതേട്ടനെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിന് നന്മയാ ഏട്ടൻ മുന്നിൽ കണ്ടത്. തലയ്ക്ക് സുഖമില്ലാത്തൊരു കുട്ടിയാണ് അനന്തരവന്റെ വധു എന്നറിഞ്ഞ ഏതൊരമ്മാവനെ സഹിക്കുക? പക്ഷേ അപ്പോഴറിഞ്ഞ കാര്യം ശരിയായിരുന്നില്ലല്ലോ. പണ്ടെപ്പോഴോ 2 ദിവസം നന്ദന മൗനമായിരുന്നെന്നും പറഞ്ഞ് അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുമായി ആ സ്ത്രീ ഒരുക്കിയ കെണിയിൽ എല്ലാവരും വീണു. അറിഞ്ഞോണ്ടല്ലെങ്കിലും നമ്മളും ആ ചതിയുടെ ഭാഗമായി. അച്യുതമ്മാമയുടെ എടുത്തുചാട്ടമാണ് പ്രധാന കാരണം. എന്തായാലും എല്ലാം അനുഭവിച്ചതും ഇന്നും അനുഭവിക്കുന്നതും ആ പാവ നന്ദന. ആ കുട്ടിയുടെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുന്നേ. തലയിലെടുത്ത് തിരുത്തി എഴുതാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. നമ്മുടെ കയ്യബദ്ധത്തിന് വിധിയെ പഴിക്കുന്ന എന്തിനാമേ? അത് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടലാണ്. എല്ലാം സംഭവിച്ചു പോയില്ലടാ, ഇനി തിരുത്താൻ പറ്റില്ലല്ലോ. പറ്റും, തിരുത്താൻ പറ്റും. എനിക്ക് തിരുത്താൻ പറ്റും. എങ്ങനെ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? അതിന് ഞാൻ നന്ദനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. മോനെ, തെറ്റ് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ തിരുത്തണം. അതല്ലേ ശരി? പക്ഷേ ഹരി, അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് ഞാൻ ശരി ചെയ്യണമെന്നല്ലേ? അതല്ലേ വേണ്ടത്? അല്ലേ അച്ഛ? ഒരു തവണ നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചു. ഇനി എനിക്കൊരു അവസരം തരണം. തന്നേ പറ്റൂ അച്ഛൻ. മോനെ, ആരാ വന്നോ നോക്കിയേ. ഇവിടെ ആരും ഇല്ലേ? മോളെ, അമ്മയൊന്ന് വിളിക്കാവോ? ആരാ? നമസ്കാരം, LIC ഏജന്റാ. മുമ്പ് വന്നിട്ടുണ്ട്.
ഗോപാലകൃഷ്ണൻ. നീ അകത്തേക്കല്ലേ? ഇപ്പൊ വന്നത്? ശിവരാമൻ സാറ് ഒരു പോളിസി ചേർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യം സംസാരിക്കാനാ വന്നത്. കൃത്യമായി പ്രീമിയം അടച്ചുകൊണ്ടിരുന്നതാണ്. അതിനി എന്ത് വേണമെന്നാ? ഒരു ഗഡു കുടിശ്ശിക വന്നു. ആ തുക അടക്കണം. ഇനി അടയ്ക്കാൻ ഇവിടെ ആരാ? അല്ലെങ്കിലും അതിനിവിടെ പൈസ ഒന്നും ഇല്ലാതാനും. അതുകൊണ്ട് ഗുണമേ ഉള്ളൂ. ആ ഒരു പ്രീമിയം അടച്ചാൽ മുഴുവൻ തുകയും തിരിച്ചു കിട്ടും. 5 ലക്ഷം രൂപയുണ്ട്. എത്രയാ? 5 ലക്ഷം. വരും. എപ്പോഴാ ഈ പൈസ കിട്ടുന്നത്? അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ആദ്യം കുടിശ്ശിക തീർക്കണം, പിന്നെ കുറെ കടലാസുകൾ ശരിയാക്കണം. അപ്പൊ നോമിനിയുടെ പേരിൽ ചെക്ക് വരും. നോമിനിയോ? ശിവരാമൻ PS, പനക്കൽ വീട്. മകളാണ് നോമിനി, നന്ദന. അതായത് നന്ദനയുടെ പേരിലാ 5 ലക്ഷത്തിന്റെ ചെക്ക് കിട്ടുക. അതിന് മാറ്റാൻ പറ്റില്ലേ മറ്റാരുടെയും പേരിലേക്ക്? അതെങ്ങനെയാ? ശിവരാമൻ സാർ നോമിനിയെ നിർദ്ദേശിച്ച് പേരെഴുതി ഒപ്പിട്ട് കൊടുത്തതല്ലേ? ആ ആളുടെ പേരിലേ തുക ലഭിക്കുള്ളൂ. ഡെത്ത് സർട്ടിഫിക്കറ്റ്, നന്ദന മകളാണെന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ്, ഐഡന്റിറ്റി കാർഡ്, ഇതിന്റെ എല്ലാം കോപ്പി വേണം. ചെക്ക് താമസിക്കാതെ ഇങ്ങെത്തും. അതെല്ലാം ശരിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ നാളെ വരാം. ആ പ്രീമിയം തുക കൂടി എടുത്തു വെച്ചേക്കണം. ശരി. ഇൻഷുറൻസിന്റെ നോമിനിയും അവളാണല്ലേ? നിന്റെ ഭർത്താവ് നേരത്തെ സ്ഥലം കാലിയൊക്കെ നന്നായി. അല്ലെങ്കിൽ ഈ വീട് സ്ഥലവും നന്ദനയുടെ പേരിൽ എഴുതി കൊടുക്കുമായിരുന്നു. എന്നോടും എന്റെ പിള്ളേരോടും ആ മനുഷ്യൻ കാണിച്ച സ്നേഹം വെറുതെ ആയിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. നീ വെച്ചു കൊടുത്ത ശാപ്പാടും കഴിച്ച് നിന്റെ പരിചരണത്തിൽ ജീവിക്കുക, എന്നിട്ട് കൊടുക്കേണ്ടതെല്ലാം നന്ദിനിക്ക് കൊടുക്കുക. കാഷ്ടം തന്നെ. സുമിത്രേ, ഇതങ്ങനെ വെറുതെ വിടരുത്. അയാൾ നിന്നെ പറ്റിച്ചെങ്കിൽ അതിന് പകരമായിട്ട് നീ അവളെ പറ്റിക്കണം. LICയുടെ ആ ചെക്ക് കൈവശപ്പെടുത്തണം. ചെക്കെന്ന് വെച്ച് അതിലെ തുക 5 ലക്ഷം രൂപയാണ്. അത് പക്ഷേ അവളുടെ പേരിലല്ലേ വരുന്നത്? നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല, നന്ദനയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയേ ചെക്ക് മാറ്റാൻ കഴിയൂ. പിന്നെ എന്ത് ചെയ്യും? ചെയ്യണം. നമുക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവൾ അനുഭവിക്കരുത്. അതെന്റെ വാശിയ. അവളത് അനുഭവിക്കില്ല സുമിത്രേ. നമുക്കത് കിട്ടുകയും ചെയ്യും. അതെങ്ങനെ? വഴിയുണ്ട്. ഉടൻ തന്നെ നന്ദനയുടെ ഒരു ചെക്ക് അവളെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങണം. മനസ്സിലായോ? LICയുടെ ഒരു ഗഡു പ്രീമിയം കുടിശ്ശിയുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ തുക അടയ്ക്കാനാ ചെക്കെന്ന് അവളോട് പറയണം. അപ്പോ ചെക്ക് തുക എഴുതണ്ടേ? വേണ്ട, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ബ്ലാങ്ക് ചെക്കാ വേണ്ടത്. നന്ദന ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക്. അത് കിട്ടിയ ബാക്കിയെല്ലാം നമ്മുടെ വഴിക്ക് വരും. അടയ്ക്കുന്ന എത്ര രൂപയാണെന്ന് എഴുതേണ്ടത്? രൂപ തുകയൊക്കെ LIC ഏജന്റ് എഴുതിക്കോളും. ഒപ്പിട്ട് തന്നാ മതി. ആ മതി. ഡേറ്റും അവരെഴുതിക്കോളും. അടയ്ക്കേണ്ട കുടിശ്ശിക എത്രയാന്ന് അറിയാത്തതുകൊണ്ട് തുക എഴുതിയിട്ടില്ല. സാരില്ല, ചെക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ. മുടങ്ങിയ ഗഡുവിന്റെ പലിശ കൂടി അടക്കേണ്ടി വരും. ഓഫീസിൽ ചെന്ന് തുക എത്രയെന്ന് നോക്കിയിട്ട് ഞാൻ എഴുതി ചേർത്തോളാം. അക്കൗണ്ടിൽ പണം ഉണ്ടല്ലേ? എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല. ചെക്ക് ചെയ്തിട്ട് ബാക്കി നാളെയോ മറ്റന്നാളോ ബാങ്കിൽ അടച്ചാൽ മതി. അപ്പൊ ശരി. പൈസ എന്നത്തേക്ക് കിട്ടും? അധികം താമസിയാതെ കിട്ടും. സുമിത്രേ, കിട്ടിയോ? ഒപ്പിട്ടല്ലോ? വേഗം ചെല്ലേ.
എന്തുപറ്റി? ഞാൻ ഓർത്തില്ല. വീട്ടിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ടായിരുന്നു. കുടിശ്ശിക കൈയോടെ അങ്ങ് അടച്ചാ പിന്നെ ബാങ്കിൽ പോകണ്ടല്ലോ. ദാ. അതാ നല്ലത്. അടക്കേണ്ട തുക എത്രയാ നോക്കിയിട്ട് ബാക്കി ഞാൻ തിരിച്ചു തന്നേക്കാം. അപ്പോ ചെക്ക് അതിന് തന്നേക്കാലോ. അപ്പൊ ശരി. ശരി. ഇങ്ങനെ ഒരു ആലോചന പിന്നെ ഉണ്ടാകാൻ കാരണം എന്താ രേണുക? ഇവന്റെ ആഗ്രഹം അച്ഛതേട്ടാ, ആ കുട്ടിയെ തന്നെ ഇവന് കല്യാണം കഴിക്കണമെന്ന്. പ്രഭാകരൻ എന്ത് പറയുന്നു? ഞങ്ങൾക്ക് പത്തും പലതും ഇല്ലല്ലോ ചേട്ടാ. ആകെയുള്ളൊരു മകൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിന്നിട്ട് എന്തിനാ? അതും വിവാഹം പോലെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിന്. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നാ പഴമക്കാർ പറയുന്നത്. ഒരിക്കൽ നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ച് നടത്തി കൊടുക്കാൻ തയ്യാറായതാ. അന്നത് അലസിപ്പോയി. ഇനി കൂട്ടിക്കെട്ടിയാ ശരിയാവുമോ? നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലേ അമ്മ വന്ന് കല്യാണം മുടങ്ങിയത്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര കൂട്ടിയും കുറച്ച് നോക്കിയാലും നന്ദന് തെറ്റുകാരിയല്ല. അയാളും ഞാനും ശരിക്കും പറ്റിക്കപ്പെടുകയായിരുന്നു. കാര്യവും കാരണമൊക്കെ മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് അമ്മാവനല്ലേ. എന്ന് കരുതി 100% തെറ്റിദ്ധാരണ അല്ല സംഭവിച്ചത്. ആ കുട്ടിയെ ചികിത്സിച്ചതിൻ്റെ ആശുപത്രി രേഖകൾ നമ്മൾ കണ്ടതല്ലേ. എന്ന് ചികിത്സിച്ചതിന്റെ രേഖകളാ. നന്ദൻ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ രാത്രിയിൽ എന്തോ കൊണ്ട് പേടിച്ചിട്ട് ഒരു വിഭ്രാന്തി ഉണ്ടായി. അന്ന് ഡോക്ടറെ കണ്ടതിന്റെ പേപ്പേഴ്സാണ് ഈ പറയുന്ന വലിയ തെളിവ്. പക്ഷെ ഒരു കാര്യമുണ്ട് ഹരി, ക്ഷണിച്ചു വരുത്തിയ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ വെച്ചാണ് അന്ന് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. അവരുടെ നോട്ടത്തിൽ ആ കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരെയായി കണ്ട് നമുക്ക് തിരുത്താൻ പറ്റുമോ? ഇനി നാട്ടുകാരെ അറിയിക്കാതെ ഒരു രഹസ്യ വിവാഹം നടത്തേണ്ട കാര്യം ചെമ്പിരിക്കലെ ഹരിപ്രസാദന് ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായവും ഇല്ല. ഇത് ദുരഭിമാനാണ് അമ്മാവ. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനെ മൂടി വെക്കാനുള്ള പരിപാടി. നാട്ടുകാരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മാവന്റെ മകൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇതായിരിക്കുമോ പ്രതികരണം? അല്ല, അതിപ്പോ അല്ല, നീ അച്ചോട്ടനെ ചോദ്യം ചെയ്യുവാണോ? കാര്യം പറഞ്ഞതാണ്. ആ സ്ത്രീയുടെ ചതിയായിരുന്നതല്ല. അവര് സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നെങ്കിൽ നേരത്തെ ഇവിടെ വന്ന് നമ്മളോട് കാര്യം പറയുമായിരുന്നു. അങ്ങനെ ചെയ്യാതെ കല്യാണ സമയത്ത് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ലക്ഷ്യമൊന്നേ ഉള്ളൂ, നന്ദനെ തറപറ്റിക്ക്. എത്ര തരംതാണ പരിപാടിയാ. കല്യാണം മുടങ്ങിയത് മാത്രമാണോ? അതിന്റെ പേരില നന്ദനെ ആത്മഹത്യക്ക് ശ്രമിച്ചതും അവളുടെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചതും അല്ലെന്ന് പറയാൻ പറ്റൂ? ഒന്നും എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. കരുതി കൂട്ടി നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഹരി. അപ്പൊ ചെയ്തത് ദ്രോഹമാണെന്ന് അച്ഛൻ സമ്മതിക്കുന്നു. അതിന് പ്രായശ്ചിത്തം ചെയ്യണം കല്യാണത്തിലൂടെ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആരെയും ധിക്കരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ തുറന്നു പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളല്ലേ. എന്ത് പറയുന്നു നിങ്ങൾ രണ്ടുപേരും? അച്യുതേട്ടന്റെ അഭിപ്രായം എന്താ? ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അതുകൊണ്ട് ഇവന് നിർബന്ധമാണെങ്കിൽ ഒന്നുകൂടി ആലോചിക്കാൻ നമുക്ക്. നിർബന്ധമാണ് അമ്മാവ. പക്ഷേ ഉടനെ നടക്കില്ല. ശിവരാമേട്ട് മരിച്ചിട്ട് 3 മാസം പോലും ആയിട്ടില്ല. ഇപ്പോ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാല് എല്ലാം ആലോചിച്ച് വെച്ചാൽ മതി. കല്യാണം പിന്നെ നടത്താം. പക്ഷേ നമ്മൾ ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നതായി അവരെ അറിയിക്കണ്ടേ? അത് വേണം. എങ്കിൽ പിന്നെ താമസിക്കണ്ട, നമുക്ക് ആ പനിക്കൽ വരെ ഒന്ന് പോകാം. ഒരാളുടെ മുഖം അങ്ങ് തെളിഞ്ഞല്ലോ. അവന്റെ മുഖം തെളിഞ്ഞു കാണാൻ വേണ്ടിയല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. നാളെ തന്നെ പോകടാ. ആരെയും കാണുന്നില്ലല്ലോ. അമ്മയില്ലേ മോളെ?
അകത്തുണ്ട്, വിളിക്കാം. ആ. അങ്കിൾ ഇരിക്ക്. അമ്മേ, എന്താടി ആരാ വന്നത്? ഹരിയേട്ടന്റെ ഹരിയേട്ടനോ? അതാരാ? ജോലിയിലായിരിക്കും അല്ലേ? ആ ഇനിയിപ്പോ ശ്രാദ്ധത്തിന്റെ ചടങ്ങുകൾ മാത്രമല്ലേ ഉള്ളൂ? അതെ. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണ് സംഭവിച്ചത്. ഞങ്ങൾക്കതിൽ വിഷമമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും അല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അല്ല, ഇനിയിപ്പോ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ചാ ആലോചിക്കേണ്ടത്. ബന്ധുത്വത്തിന്റെ അടുത്തുവരെ എത്തിയെങ്കിലും നമ്മൾ ബന്ധുക്കളായിട്ടില്ല. ആ വിഷയം ഒന്നുകൂടി ആലോചിക്കാനാണ് ഞങ്ങൾ വന്നത്. കല്യാണം മുടങ്ങിയതിൽ ഏറ്റവും വലിയ വിഷമം ഹരിപ്രസാദിനാ. തുറന്നു പറയാം, ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഇവിടുത്തെ നന്ദനയെ കല്യാണം കഴിക്കാൻ ഞങ്ങളുടെ പയ്യൻ തയ്യാറാണ്. ഞങ്ങൾക്കും അത് സമ്മതമാണ്. ഇനി ഇവിടുത്തെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ മതി. സമ്മതമല്ല.